അനു എടി വട്ടത്തി നീ വന്നു. എടി പാറു നീ ഇങ്ങ് വന്നേ. എടി നീ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു താടി. ഇല്ലേ ആ സച്ചു തെണ്ടി എനിക്ക് പണി തന്നോണ്ടിരിക്കും. ഓ എന്തൊരു ഡയലോഗായിരുന്നു. പാല് വിമ്മിടുന്നു, സാമ്പാർ ഉപ്പിടുന്നു, ഒലക്കയുടെ മൂട്. ഇപ്പൊ അതെ കിടക്കുന്നത് കണ്ടില്ലേ ശവം. നിന്നെ കൂടെ വിളിച്ചു വരുത്തിയത് വ്രതത്തിന്റെ പേരും പറഞ്ഞുള്ള ജ്യൂസ് കുടിപ്പിക്കലെന്ന് എന്നെ രക്ഷിക്കാനാ, അല്ലാതെ എന്നിട്ട് കുത്താനല്ല. കുത്തുമടി കുത്തും, ഇനി ഞാൻ കുത്തും. ശരിക്കും നിനക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു? ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയല്ലേ? അപ്പൊ സ്വയം അനുഭവിച്ചോ? എല്ലാം തുടങ്ങി വെച്ചത് അവനല്ലേ? നീ എന്തിനെ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഒറ്റ കുത്തു തരും. എല്ലാം തുടങ്ങി വെച്ചത് സച്ചേട്ടനാണെന്ന്. എന്റെ പുല്ലേ, സച്ചേട്ടൻ ചെയ്തതേ ആകെ ചെയ്ത തെറ്റ് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയതാ. ആ സ്നേഹത്തെ താലി കെട്ടി സ്വന്തമാക്കിയത് മാത്രമാ. നീ അല്ലേടി സച്ചേട്ടനായിട്ട് പണി കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത്. ലാസ്റ്റ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴല്ലേടി ആ ചേട്ടനും നിനക്കിട്ട് പണിതത്. അങ്ങനെ ഉഷിട്ടുള്ള ഒരാളല്ലേ എത്രയെന്ന് വെച്ചാ? അവളുടെ ഒരു ചോട്ടൻ. നീ എന്റെ ഫ്രണ്ടാണോ അവന്റെ ആണോ? വന്നപ്പോൾ മുന്നിൽ കേൾക്കുന്നതാ ഒരു സച്ചിപ്പുരാണം. നിനക്കിപ്പോ ജ്യൂസ് വാടയിൽ നിന്ന് എന്നെ ഒളിപ്പിക്കാൻ പറ്റൂ? പാറു എന്നെ ഒന്ന് രക്ഷിക്കടേ. കൂടെ അങ്ങനെ കിട്ടൊരു പണി കൂടി കൊടുക്കണം. അത് നീ എനിക്ക് പറഞ്ഞു തരണം. അപ്പോഴും നിനക്ക് സച്ചേട്ടന് പണി കൊടുക്കുന്നതാണ് ചിന്ത. ഓ നീ ജ്യൂസിന്റെ കാര്യത്തിന് ആദ്യം എന്നെ ഒന്ന് രക്ഷിക്കും. ആലോചിക്കട്ടെ. നീ എന്താടാ? കുറച്ച് ജ്യൂസ് എടുക്കട്ടെ. കള്ളപ്പന്നി. നീ എത്ര ഡേ വ്രതമാണെന്ന് പറഞ്ഞായിരുന്നോ? അതിനെ ഞാൻ വ്രതം എടുത്തില്ലല്ലോടി. അങ്ങനെ ഒരു കൊണ്ടാൻ ഇല്ല. ഓ ഇടി പൊട്ടി, അതെനിക്കറിയാം. ഞാൻ ചോദിച്ചത് ഇവിടെ ആർക്കെങ്കിലും നീ എത്ര ദിവസത്തെ വ്രതമാണ് എടുത്തതെന്ന് അറിയോ? ഇല്ല. അപ്പൊ നീ അതിൽ പഠിച്ചു കയറ്. നീ പോയി ഫുഡ് കഴിച്ചോ. ആരെങ്കിലും ചോദിച്ചാ 1 ഡേ വ്രതമാണെന്ന് പറ. ഏടി ബുദ്ധി രാക്ഷസി, എനിക്കെന്തായി ഐഡിയ നേരത്തെ തോന്നാനേ? അതിന് നിന്റെ തലനിറയെ പിണ്ണാക്കല്ലേ? ഐഡിയ പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം വെറുതെ വിട്ടിരിക്കുന്നു. അല്ലേ പൊളിച്ചത് കേട്ട് ചെവി പൊത്തിപ്പിടിച്ച് ഇവിടുന്ന് പോവേണ്ടി വന്നേനെ. എന്തായാലും തിന്നട്ടെ. ഓ പണ്ടാരം വിശന്ന് പണ്ടാരം തുടങ്ങി. ഇതെന്താ നിന്റെ വ്രതം കള്ളവ്രതമായിരുന്നു? അമ്മേ അത് ഒരു ദിവസത്തേക്കാ എടുത്തത്. വിശ്വസിച്ചു. അളിയൻ വന്നോ? അളിയ അവളുടെ വ്രതമൊക്കെ അവള് പൊളിച്ചു. അടുക്കളയിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് വയറി. ഇവിടത്തെ ചോറ് മുഴുവൻ ചേർത്തു. ഇപ്പൊ അപ്പുറത്തെ അമ്മണിയമ്മയുടെ വീട്ടിൽ നിന്ന് ബാക്കി വന്ന പഴഞ്ചോറ് വാങ്ങി മോന്നുക. അളിയൻ എങ്ങനെ സഹിക്കുന്നു ഇതിനെ? സച്ചിയേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഒരു മാരണം തലേ കയറിയത് കൊണ്ട് സുഖമൊക്കെ ഇപ്പൊ കുറവാ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്? എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്? എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്? അല്ല സച്ചേട്ടനെ എന്നെ ഓർമ്മയുണ്ടോ? ഓ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നെ ഇല്ലാതിരിക്കോ? എന്നെ തേച്ചവളുടെ ഫ്രണ്ടല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുന്നല്ലോ ഒന്നും. നീലി ആരെങ്കിലും കേട്ടിരുന്നേ എന്റെ പണി തീർന്നേനെ. ആരാ അളിയനെ തേച്ചത്? ഡീറ്റെയിൽസ് താ, ഞാൻ മട്ടാഞ്ചേരിന്ന് ആളിറക്കി ഒരു പണി അങ്ങ് കൊടുക്കാം. ഇനി പണി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലളിയാ. ഞാൻ അവൾക്കുള്ള പണി ഒരു മഞ്ഞ ചരടിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതെന്താ പണിയാ ഈ മഞ്ഞച്ചരട് പണി? അതോ അത് പറയട്ടെ. മിണ്ടരുത്, ആ കണ്ണനാ കുത്തിപ്പിടിക്കും. പറ അളിയാ, എന്താണ് ആ ചരട് പണി? കേറിപ്പോടാ. അവന്റെ ഒരു ഡൗട്ട്. നിനക്ക് എന്താടി? ഞാൻ അളിയനോടല്ലേ സംസാരിക്കുന്നേ? അളിയൻ എങ്ങനെ സഹിക്കുന്നു ഇവിടെ? എന്ത് ചെയ്യാ, കെട്ടിപ്പോയില്ലേ. എടി എന്നാ ഞാൻ പോവാ. സച്ചിയേട്ടാ അപ്പൊ ഞാനങ്ങട്. ചേട്ടാ എവിടെ പോയി? ഇന്നലെ കണ്ടതായിരുന്നല്ലോ. നെയ്യപ്പം തിന്നാൻ കൊതി വന്നപ്പോ അത് കാണാനുമില്ല. ആ വയറാൻ എപ്പോ കൊണ്ട് തിന്നിട്ടുണ്ടാവും. ഇല്ലടാ, ഞാൻ ആ കോപ്പിനോടൊന്നും പറഞ്ഞിട്ടില്ല. ഇയാളെ ആരോടാ സംസാരിക്കണേ?
എടാ വിഷ്ണു, ഞാൻ എന്ത് ചെയ്യാനാടാ? അല്ലെങ്കിൽ തന്നെ അവളെ പോലുള്ള വട്ടുകേസിനൊക്കെ ഏതെങ്കിലും പൊട്ടന്മാർ തലയെ കെട്ടി വെക്കുവോ? ഏത് നേരത്താണാവോ എന്തോ. ഐഷുവോ? ഏയ് ഇല്ല. ഞാൻ അറിഞ്ഞടാ. നിനക്കറിയാലോ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് ഐ എം മാരീഡ് നൗ. ഓഹോ, അപ്പൊ ഇങ്ങർക്ക് ഐഷുവായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടല്ലേ? പിന്നെ എന്തിനാണ് ചെറ്റേ താൻ എന്നെ കിട്ടിയത്? അവളുടെ കൂടെ പുറത്താ പോരായിരുന്നില്ലേ? ഓ, പറഞ്ഞ പോലെ എന്നെ റിവെഞ്ചിന് വേണ്ടി കെട്ടിയതല്ലേ? യൂസ് ചെയ്തിട്ട് വഴക്കുമ്പോൾ ഉപേക്ഷിക്കാനാകും. പണ്ടൊക്കെ എന്നെ സ്നേഹത്തോടെ അനൂട്ടിന്ന് വിളിച്ച് നടന്നവന് ഞാൻ എപ്പോഴാ വട്ടുകേസായത്? അപ്പോ ഇയാൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? അപ്പൊ ഇത്രയും നാൾ നടന്നതൊക്കെ, എന്നെ കിസ് ചെയ്തത്, ജലസ് ആയത്, അതൊക്കെ ഷോ ഓഫ് ആയിരുന്നോ? വിടമാട്ടെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയും പാപം പിടിച്ച എന്നെ കൊക്കിൽ പിടിച്ച് വെളിയിൽ കളഞ്ഞു. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. എന്നിട്ട് ഇവനേക്കാൾ സിക്സ് പാക്കുള്ള ഡെമ്പുള്ള ജീവേട്ടനെ കെട്ടി ഇവന്റെ മുന്നിൽ കൂടി നടക്കണം. ശരിക്ക് തരാടാ. അതേടാ, ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ കോപ്പ എന്നെ ജീവനോട് കുഴിയിലെടുത്തിടും. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ പേടിയുണ്ട്. പേടിക്കണം മിസ്റ്റർ. ഞാൻ ചത്താലും നിങ്ങളെ കൊണ്ടേ പോകൂ. എന്തായാലും വീട്ടിൽ പറ്റില്ല. കാറിൽ പോയി നാട്ടുകാരെ മൊത്തം അറിയിക്കും. ബീച്ചിലോ പാർക്കിലോ കൊണ്ടുപോയി കാര്യം പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം. ഓഹോ, അപ്പം ബീച്ചിൽ കൊണ്ടുപോയി എന്നെ ഉപേക്ഷിക്കാനാണ് ഐഡിയ. ശരിക്ക് തരാടാ. നിന്റെ മെയിൻ പാർക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് എനിക്കിനി തിരിച്ചു വരുള്ളൂ. അമ്മേ, അച്ഛ, അപ്പുക്കുട്ട, പോയി വരാം. ഇവനെന്താ ആവാൻ പോവാണോ? ഒടുക്കത്തെ യാത്ര കുറച്ച്. ദേ, ഞാൻ പോണു. ഇടക്കൊക്കെ അവിടെ വന്ന് അന്വേഷിക്കണം. കെട്ടിച്ചിട്ട എല്ലാം കഴിഞ്ഞെന്നാ? ദേ മനുഷ്യ, നിങ്ങളോടാ. അമ്മ ഒരുപാട് നിർബന്ധിച്ചു എന്നെ കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കാൻ. നിനക്കായിരുന്നില്ലേ ധൃതി? ഇപ്പൊ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് വീട്ടിലേക്ക് പോകുന്നേ? ഓ, താൻ അവിടെ നിന്നാലേ എന്റെ കളികളൊന്നും നടക്കില്ലടോ. എന്റെ തന്തപ്പടിക്കും ആ പൊട്ടിനൊക്കെ എന്നെക്കാളും ഇഷ്ടം തന്നെയാ. ഓ, ഇത്രയും പഞ്ചാര പോലെ ഇരിക്കുന്ന എന്നെ വേണ്ട. ഗോറിലയുടെ സ്വഭാവമുള്ള ഇവനെ മതി. ഓരോരോ കൂഷ്മാണ്ടിത്തരങ്ങൾ. നീ എന്താടി മിണ്ടാത്തെ? എനിക്ക് സച്ചേട്ടന്റെ വീടാ ഇഷ്ടം. എന്തോ? എങ്ങനെ? നേരെ നോക്കി വണ്ടി ഓടിക്കും മനുഷ്യ. ആ പൊട്ടനെ ഒരു പണി കൊടുത്തിട്ടാണ് വന്നത്. ഇപ്പോ റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. എങ്ങനെ കിട്ടാതിരിക്കും? ഹോംവർക്ക് ബുക്കിൽ വെണ്ടക്ക അക്ഷരത്തിലല്ലേ കടലമ്മ പെരുങ്കള്ളി ബിന്ദു ടീച്ചർ മുട്ടങ്കള്ളി എന്ന് എഴുതി വെച്ചത്. പോരാത്തതിന് ഒരു രാക്ഷസിയുടെ പേര് എഴുതി ഐ ഹേറ്റ് ബിന്ദു ടീച്ചർ ഗോ ടു ഹെൽപ്പ് പെണ്ണുമ്പിള്ളേന്ന് എഴുതി. പാവം പൊട്ടൻ. എന്താ മോളെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? അയ്യോ, കമലാമ്മ വിചാരിച്ചു കാണോ എനിക്ക് വട്ടാണെന്ന്? അത് ഞാൻ ചുമ്മാ എന്തോ കോമഡി ഓർത്തപ്പോൾ. എന്താ കമലാമ്മ ഇവിടെ ഒരു ചർച്ച? അതെ, നമ്മുടെ അനുമോള് ഒറ്റയ്ക്കിരുന്ന് വലിയ ചിരി. അത് പറയായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചെന്നോ? സത്യം പറയടി, വീട്ടിൽ പോയപ്പോ എന്തെങ്കിലും നടന്നോ? ഒലക്ക. ഇവിടെ നേരെ ചൊവ്വേ ഫസ്റ്റ് നൈറ്റ് പോലും നടന്നിട്ടില്ല. അപ്പഴാ ഈ സച്ചിയേട്ടന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആവണമായിരുന്നു. ഇപ്പോ മാച്ചും കഴിഞ്ഞ് ട്രോഫിയും തന്നേനെ. എന്റെ പൊന്നോ, നീ പതുക്കെ പറ. ഇതൊന്നും നിന്റെ സച്ചിയേട്ടൻ കേൾക്കണ്ട. അങ്ങേര് ബീസ്റ്റാ, ബീസ്റ്റ്. എനിക്ക് കാണണ്ട ആ ബീസ്റ്റിനെ. എന്തോന്ന് ബീൻസോ? ഓ മൈ ഗോഡ്, the devil is here. കമലാമ്മേ, ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. കുറച്ച് ചൂടുവെള്ളം കുളിക്കാൻ റെഡിയാക്ക്. ഒരു പണി കൊടുത്താലോ? വേണം. ഇന്നലത്തെ ആ ഫോൺ കോൾ ഓർക്കുമ്പോൾ കിണറ്റിലിടാനാ തോന്നുന്നേ. അത് റിസ്ക് ആയതുകൊണ്ട് ഈ പ്ലാൻ എന്തുകൊണ്ടും നടപ്പിലാക്കി തരൂ. നീയേ ബാത്റൂം തൊഴുതിട്ട് കയറിയാ മതി. ഈ വെളിച്ചെണ്ണ ഇവിടെ കിടക്കട്ടെ. ഓ, ഈ തെണ്ടിയുടെ അലർച്ച ഒന്നും കേൾക്കുന്നില്ലല്ലോ. എത്ര നേരമായി കുളിക്കുന്നു. ഒന്ന് എളുപ്പം ഇറങ്ങണം. എന്നിട്ട് അലറി വിളിക്ക് അമ്മേന്ന്. അമ്മേ! ആഹാ, വന്നല്ലോ. എന്തൊരു സംഗീതാത്മകം. അയ്യോ, അത് സച്ചിമോന്റെ ശബ്ദമല്ലേ? എന്തു പറ്റിയോ എന്തോ? ശരിയാണല്ലോ, എന്തോ ഷോ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? പണി കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ എന്തിനാ എനിക്ക് ഇത്ര ടെൻഷൻ? അയ്യോ, എന്താ മോനെ, എന്താ പറ്റിയേ? ഒന്ന് വീണതാ. അയ്യോ, നല്ല വേദനയുണ്ടോ മോനെ?
ഹേയ്, കുഴപ്പമൊന്നുമില്ല. എന്നെ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കേ. ആ, ഇവിടെ ഇരിക്കേ. വേദന മാറാൻ ചൂടുവെള്ളം പിടിച്ചാ മതി, ഞാൻ പോയി കൊണ്ടുവരാം. നീയല്ലേ എന്നെ വീഴ്ത്താൻ അവിടെ എണ്ണ ഒഴിച്ചത്? ഞാൻ ഞാൻ നിന്റെ മനസ്സിൽ എന്നോട് ഒരു തരി പോലും സ്നേഹമില്ലേ? ഏ അപ്പോ എന്നോട് ഇപ്പോൾ സ്നേഹമുണ്ടോ? എന്തായാലും ചെയ്തത് തെറ്റായി പോയി. ഒരു സോറി പറഞ്ഞേക്കാം. അത് ഞാനാ ചെയ്തത്. എനിക്കറിയാടി ഡാഷ് മോളെ, നീ ആയിരിക്കും എന്റെ ഈ അവസ്ഥക്ക് പിന്നിലെന്ന്. ഞാനൊന്ന് എഴുന്നേൽക്കട്ടെ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ആഹാ, ഇവനാണ് കൊള്ളാലോ. മനുഷ്യന്റെ ഹൃദയം ധരിച്ച് അപ്പുറത്തെ മതിലിൽ പോയിരുന്നു അലർച്ച കേട്ടിട്ട്. അമ്പിയിൽ തുടങ്ങി അന്യനായത് എത്ര പെട്ടെന്നാ. എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. ഇനിയും വളരാൻ അനുവദിച്ചൂടാ. ഇനി റെമോ ആവുന്നത് എപ്പോഴാണാവും. മോളെ, ഈ തുണി പിടിക്കേ. എനിക്കെന്തിനാ കമലാമേ ഈ തുണി? അയ്യോ, ഇത് മോൾക്കല്ല, ഇത് മോനാണ്. ചൂട് പിടിച്ചു കൊടുക്കാൻ. ഞാനോ? ഞാൻ ചൂട് പിടിച്ചു കൊടുക്കാൻ, അതും ഈ കാലമടനെ. ചൂട് പിടിക്കുന്നതിന് പകരം ഈ ചൂടുവെള്ളം മോന്ത കൊഴിച്ചാലോ? കമലാമേ, ഇവൾ വേണ്ട. കമലാമ്മ ചെയ്തു തന്നാ മതി. ഇവൾക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. എന്റെ സച്ചിമോനെ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ? അച്ചോടാ, മോന് പേടിയാണോ എന്നെ? അതുകൊണ്ടായിരിക്കും ഞാൻ വേണ്ട കമലാമ്മ മതിയെന്ന് പറഞ്ഞത് അല്ലേ? ചിലപ്പോ ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നാലോ എന്ന ടെൻഷൻ ഉണ്ടാകും എന്റെ കെട്ടിയോന്. ആ ടെൻഷൻ ഞാൻ ഒന്നുകൂടെ കൂട്ടി തരാവേ. ഡീ, എന്താ ആലോചിച്ചോണ്ട് നിൽക്കുക? അമ്മേ, എന്റെ നടു. നിങ്ങൾക്ക് അത്ര ധൃതിയാണല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ പുഴുങ്ങിയെടുക്കും, നോക്കിക്കോ. അയ്യോ അമ്മേ, തുണിയെടുത്ത് മാറ്റി പഞ്ഞ മോളെ. അയ്യോ, എന്ത് പറ്റി സച്ചേട്ടാ? തുണി പിഴിയാതെയാണോ ഈ കുഞ്ഞാല മോളെ പുറത്തു വെക്കുന്നേ? ഓ സോറി, ഞാൻ ആ കാര്യം ഓർത്തില്ല കേട്ടോ. സച്ചിൻ, ഇതെന്താ പറ്റി? ഒന്ന് വീണതാ അച്ഛ. നോക്കിയും കണ്ട് നടക്കാനിട്ടല്ലേ? അതെങ്ങനാ? മനുഷ്യന്മാരുടെ മൂത്ത് നോക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ച് കുറവുണ്ട്. റെസ്റ്റ് എടുക്ക്. ഇന്നിനി ഓഫീസിലേക്ക് പോകണ്ട. മോളെ, വാ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിലോ? ഇന്നെന്താ വല്ല വിശേഷ ദിവസമാണോ? അതല്ല മോളെ, സച്ചിമോന്റെ സമയം ശരിയല്ല. അതിന് ഒരു ശത്രു സംഹാര പൂജ ചെയ്യണം. ഓ അങ്ങനെ. ഞാൻ വന്നതിൽ പിന്നെയാണ് അവന്റെ സമയം തെറ്റിയതെന്ന് പാവം വീട്ടുകാർക്ക് അറിയില്ലല്ലോ. ഹാ, ഇന്ന് അമ്പലത്തിൽ ആ ചേച്ചിമാര് പറഞ്ഞ സംഭവം കൊള്ളാം. അടിപൊളി പണിയായിരിക്കും. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവം എന്റെ കൊശവൻ കിടപ്പിലല്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞാലേ അങ്ങേർക്കുള്ള പണി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മോനെ സച്ചു, പണി വരുന്നുണ്ടടാ. ഓ, ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ. ഇങ്ങേരാരാണ് പി.ടി. ഇത്ര പെട്ടെന്ന് നടുവൊക്കെ റെഡിയായോ? ഓ, 2 ദിവസമായി ഇങ്ങേരുടെ മുന്നിൽ പെടാതെ നടക്കുക. മുന്നിൽ പെട്ട ചൂട് പിടിച്ച് കൊടുത്തതിന്റെ വെളിച്ചെണ്ണ ഒഴിച്ച് വീഴ്ത്തിയതിന്റെ കൂടി പലിശ ചേർത്ത് മുതൽ ഏത് രീതിയിലാണ് ഇവൻ തരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. നമ്മളായിട്ട് സംയമനം പാലിക്കുന്നതല്ലേ നല്ലത്. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കണ്ടല്ലോ. ആ, പോയോ? 2 ദിവസമായി മായയുടെ റൂമിൽ ഒളിച്ചിരിപ്പായിരുന്നു. എന്റെ പെഡേ, നീ എന്നെ മറന്നോടി, എന്നെ മിസ് ചെയ്തോടി. പാറുവിനെ വിളിച്ച് പറഞ്ഞാലോ? ഇവൻ ഫോൺ ചെയ്ത് ബീച്ചിൽ കൊണ്ട് കളയാൻ പോകുന്ന ആദ്യം. വേണ്ട, ചിലപ്പോ ആ തെണ്ടി ചിരിച്ചോണ്ടിരിക്കും. അവൾക്ക് കൂറ് ഇവനോടാ. അയ്യോ സച്ചു, ഇവനെവിടെ പോകുന്നെന്ന് പറഞ്ഞ് കുറച്ചു മുമ്പല്ലേ അങ്ങോട്ട് ഇറങ്ങിയേ. ഇനി പോണില്ലേ? ഷോ, മുമ്പിൽ പോയി പെടുകയും ചെയ്തു. ചിരിക്കുന്നോ? സൈക്കോപാത്ത്. അതെ, സൈക്കോപാത്തുകൾ ചിരിക്കും കൊല്ലാൻ പോകുന്നതിന് മുന്നേ. എന്റെ നീലി കൊലച്ചിരിയാണല്ലോ. വാതിലൊക്കെ ലോക്കാണ്. എന്തിനാ? ഇനി എനിക്കുള്ള അടുത്ത പണിയും കൊണ്ടുള്ള വരവാണോ? ആഹാ, ഇവിടെ ഉണ്ടായിട്ടും നിന്നെ 2 ദിവസമായിട്ട് കാണാനില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കഴുത്തിൽ താലിയിട്ടെന്ന് വെച്ച് ഞാൻ കാണിക്കത്തക്ക വിധം എപ്പോഴും മുന്നിൽ വന്ന് നിൽക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഓഹോ, അല്ലാതെ എന്നെ പേടിച്ചിട്ടല്ല. പേടിയോ?
എനിക്കോ സോ ഫണ്ണി. എന്നാലും എന്റെ ഭാര്യ ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്ക് ചൂട് പിടിച്ചു തന്നതല്ലേ, അതിനൊരു സമ്മാനം തന്നില്ലെങ്കിൽ പിന്നെ ഈ ഞാൻ നിന്റെ കെട്ടിയാനാന്നും പറഞ്ഞ് നടക്കുന്നത് എന്തിനാ അല്ലേ? ഇവന്റെ പറച്ചിലും ആ ചിരിയിലും എന്തോ നിഗൂഢതകൾ ഉള്ളതുപോലെ. പണി പാളി. ഓ, ഈ വാതിൽ തുറക്കുന്നില്ലല്ലോ. അവിടെ നിൽക്കടി, എങ്ങോട്ടാ ഓടുന്നേ? വിടണ കാല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വിടാൻ അടങ്ങി ഇരിക്കടി കണ്ണേ, കൊറേയായി നിന്നെ ഒന്ന് കൈ കിട്ടിയിട്ട്. അതിന് ഞാൻ എന്തിനാടാ? നിനക്ക് നിന്റെ മറ്റവളില്ലേ ഐശു, അവളെ പോയി പിടിക്കും. പന്നോട്ട് ആശുമോളെ, എന്തിനാടി നീ ഇപ്പൊ ഐശുവിന്റെ കാര്യം പറഞ്ഞേ? ഞാൻ പറയുവടാ, ഇനിയും പറയും. ഞാൻ പറഞ്ഞതാ കുറ്റം. സാധാ സമയം അവളുമായിട്ട് ഫോണിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും, ആർക്കറിയാം. ഓ, ഇപ്പൊ ഈ സാധനത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാവും ഊരിപ്പോകുക? മുറുക്കി പിടിച്ചിരിക്കുവാണല്ലോ. മര്യാദക്ക് എന്നെ വിടുന്നതാണ് തനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോയി ആകെ പ്രശ്നമാക്കും. ഓഹോ, എന്നാ അതൊന്ന് കാണണമല്ലോ. നീ ധൈര്യമായിട്ട് വിളിച്ചു പോകും, എന്നിട്ട് വരുന്നവരോട് പറ എന്റെ ഹസ്ബൻഡ് എന്നെ കയറി പിടിച്ചെന്ന്. ഓ നാശം, ഈ കാലം നിന്നെ നാണം കെടുത്താനായിട്ട് അവതരിച്ച മുതലാണല്ലോ. വിളിച്ചു പോയാ നാണം കെടേണ്ടി വരും. എന്തു പറ്റി എന്റെ വൈഫിന്? എന്താ വിളിച്ചു പോകുന്നില്ലേ? എന്റെ നീലി ഇങ്ങനെ വേസ്റ്റായി. ഇനി എന്തും നടക്കും. ഓ, ഓടണമെന്നുണ്ട്, പറ്റുന്നില്ല. ആനോട്ടി, ഇത്ര നാളായി ഞാൻ ഈ വിളി കേട്ടിട്ട്. ഇല്ല, ഇതും ഇവന്റെ ഐഡിയ ആവും. എന്നെ വീണ്ടും പ്രണയ വലയത്തിലാക്കിയിട്ട് ഐഷുവിന്റെ മുന്നിൽ വെച്ച് എന്നെ തള്ളിക്കളയാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഈ ബുദ്ധി ആ ശവം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. സച്ചമോനെ, നിന്റെ ഒന്നിനും കൊള്ളാത്ത ഈ റൊമാൻസിൽ നിന്റെ മറ്റവള് വീഴുമായിരിക്കും. അതിൽ എന്നെ കൂട്ടണ്ട, പറഞ്ഞേക്കാം. അതുകൊണ്ട് മോൻ എന്നെ വിടാൻ നോക്ക്. അയ്യോ, വിടട കാല, വിടട. ഓടി വായോ, എന്റെ കഴുത്ത് അടിച്ച് മുറിക്കുന്നേ, വേദനിക്കുന്നേ. ആ അമ്മേ, വിടണം. ആ പണ്ടാലും വിട്ടു, മാറാങ്ങോട്. ആ അമ്മേ.